വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെനിക്ക് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിൽ 3D എന്ന ഗെയിമിൽ നമ്മളെനിക്ക് 3 ഗ്ലിച്ചാണ് നോക്കാൻ പോകുന്നത്. 3 ഗ്ലിച്ചിനായി നമ്മൾ ആദ്യം തന്നെ പ്ലേ കൊടുത്തിട്ട് ലോഡിങ്ങായി കാത്തിരിക്കുന്നതാണ്. നമ്മൾ ഈ ചാനൽ ആദ്യം കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ലോഡിങ് കഴിയാറായിട്ടുണ്ട്. ലോഡിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ഗ്ലിച്ച് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത സ്വിമ്മിംഗ് പൂളിലാണ്. സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് അതിനായിട്ട് പോകാം. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ എവിടെയായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അത് ഗ്ലിച്ച് പറയുന്ന സാധനം നമുക്ക് ഫസ്റ്റ് മൊബൈലത്തെ കോൺടാക്ട് എടുത്ത് നമുക്ക് ZX10R ഫസ്റ്റ് വിളിക്കുന്നത്. 400 നിങ്ങൾക്ക് ZX10R വരുന്നതായിരിക്കും. പിന്നെ 330 എടുത്താൽ നിങ്ങൾക്ക് സൂപ്പർ ജെറ്റ് പാക്ക് 2 വരുന്നതായിരിക്കും. ജെറ്റ് പാക്ക് 2 വന്നതിന് ശേഷം നമുക്ക് ഈ ZX10Rന് ഇതിൻ്റെയും കൂടെ ഒരു സിമ്പിളായിട്ട് കാണിക്കും. നമ്മൾ അതിൽ കയറിയിരിക്കുക. ആ സിമ്പിളിൽ കയറിയിരുന്നതിന് ശേഷം പിന്നെ ഇറങ്ങുക. നമ്മുടെ ആദ്യത്തെ ഗ്ലിച്ച് വർക്ക് ചെയ്തില്ല ഗൈസ്. എന്താ ഗൈസ് ഇങ്ങനെ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഗൈസ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെയും മേലെ കയറണവേ അവിടെ ഇതെന്താ എങ്ങനെ? ഇതൊരു ഗ്ലിച്ചായിരിക്കുമോ? 3 ഗ്ലിച്ച് കയറിട്ട് നമ്മൾ 4ാമത്തെ ഗ്ലിച്ചാണ് തോന്നുന്നു ചെയ്യണ ഗൈസ്. നമ്മൾ പിന്നെ അതിൽ കയറുകയാണ് ഗൈസ്. എന്താ ഗൈസ് ഇതിങ്ങനെ? നമ്മൾ ബാക്കിൽ വാ പിന്നെയും കയറി. എൻ്റെ ദൈവം, ഇതിന് മേലെ കയറിയാണ് തന്നെയാണ് പണി. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ബൈക്കിനല്ലേ നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ ഒന്നുകൂടെ ചെയ്യാം. നമ്മൾ ബൈക്കിൻ്റെ മേലെ വേണ്ട, നമുക്ക് ഈ പ്രാവശ്യം ഇതിൽ കയറാം. നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ട്. ഇതിൽ കയറി അതിൽ കയറിയിരിക്കുന്നു ഗൈസ്. നമ്മൾ താഴെ നമ്മൾ അങ്ങനെ അണ്ടർ വേൾഡിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അണ്ടർ വേൾഡിലുള്ള ഇതാണ് നമ്മുടെ ആദ്യത്തെ ഗ്ലിച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അണ്ടർ വേൾഡ് കാണണമെങ്കിൽ നമുക്ക് ഈ ഗെയിമിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതായിരിക്കും. ഈ അണ്ടർ വേൾഡിലാണ് നമ്മൾ ആദ്യത്തെ ഗ്ലിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി രണ്ടാമത്തെ ഗ്ലിച്ച് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ഗ്ലിച്ചിനായിരിക്കും നിങ്ങൾ പിന്നെയും ബാക്ക് അടിച്ചിട്ട് പിന്നെയും പ്ലേ അടിക്കാത്തത്. ലോഡിങ്ങായിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങൾ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഗ്ലിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് വെളിയിൽ പോയിട്ട് കാറൊക്കെ എടുത്ത് ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് വരും. രണ്ടാമത്തെ ഗ്ലിച്ചിനായി നമ്മളിതാ കാറൊക്കെ എടുത്തു. കാറ് ചെറിയൊരു ലാഗിങ് ഉണ്ട്, അത് കുഴപ്പമില്ല. നേരെ പോവാന്നതാണ്. വെളിയിൽ പോയിട്ട് അവിടെ നിർത്തിയിട്ട് വെറുതെ ഇങ്ങോട്ട് നടന്ന് വരാൻ പറ്റില്ല, കാല് ഒരു വയ്യായ്ക. അത് നമ്മൾ കാറൊക്കെ എടുത്തിട്ട് വന്നു. എന്നിട്ട് നമുക്ക് സ്റ്റിക്കി ബോംബില്ലേ, അതവിടെ ആ ഗണ്ണിൻ്റെ സ്ഥലത്ത് സ്റ്റിക്കി ബോംബ് എടുക്കുക. സ്റ്റിക്കി ബോംബ് നമ്മുടെ രണ്ടാമത്തെ ഗ്ലിച്ചിൻ്റെ പേര് ദിവാലി. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊരു NPCൻ്റെ അടുത്ത് പോയിട്ട് ഇതിന് കുറേ വെക്കണം ഗൈസ്. ദിവാലി പോലെ പൊട്ടിച്ചെറിയും. മേലേക്ക് പോവും. നമ്മളിതാ കുറേ ഇങ്ങനെ വെക്കണം ഗൈസ്. ദൂരത്ത് നിന്നാണ്, എവിടെയും കാണാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചെയ്യണം ഗൈസ്. നമ്മൾ കുറച്ചുകൂടെ അടുത്ത് പോകണം. അപ്പോൾ അടുത്തൊക്കെ പോകണം നമുക്ക് ചെയ്യാം ഗൈസ്. അടി ഇത് എന്താ ഇത്? വരട്ടെ, പോരട്ടെ. അതാ വരുന്നു ഗൈസ്, അടുത്ത് വരുന്നു. അടി മേലെ കയറട്ടെ. ഒന്ന് കിട്ടിയാൽ മതി ഗൈസ്. നമുക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. നമുക്ക് ഒന്ന് കിട്ടി ഗൈസ്. നമുക്ക് ഇനിയിപ്പോൾ കുറേ വെക്കാനുള്ളതാണ്. നമ്മൾ തല മൊത്തം റൗണ്ട് ചെയ്യാൻ പോകുന്ന സ്റ്റിക്കി ബോംബ് വെച്ചിട്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗ്ലിച്ച് എന്ന് പറയുന്നത്. ദിവാലി ഗ്ലിച്ച് എന്നാണ് ഇതിൻ്റെ പേരും. ദിവാലി ഗ്ലിച്ച് ഗൈസ്. ഗ്ലിച്ച് എന്നാണ് വായിൽ വരുന്നത്. നമ്മൾ ദിവാലി ഗ്ലിച്ചിനായി നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ ഒരു NPCൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇത് കുറേ സ്റ്റിക്കി ബോംബ്സാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് സ്റ്റിക്കി ബോംബ്സ് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെയും ചെയ്യാൻ പറ്റുന്ന, പിന്നെയും നിങ്ങൾക്ക് ദിവാലി ഗ്ലിച്ച് കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെ കുറേ സ്റ്റിക്കി ബോംബ്സ് വെക്കേണ്ടതാണ്. നമുക്ക് സ്റ്റിക്കി ബോംബ്സ് വെക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ സൂപ്പറായിട്ടുണ്ടാവും. നമ്മൾ ഇതിനായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ വെക്കണമെന്നൊന്നുമില്ല. ഒരു NPCൻ്റെ മുകളിലേക്ക് ആയിരിക്കണം നിങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ NPCൻ്റെ മുകളിലേക്ക് നിറയെ വെക്കേണ്ടതാണ്. നമ്മൾ എന്നിട്ട് ബാക്ക് അടിക്കുക. പിന്നെ നമ്മൾ നൈറ്റ് മോഡാണ് ആക്കുവാൻ പോകുന്നത്. നമ്മൾ അതിനായിട്ട് മൊബൈൽ എടുത്തിട്ട് കോൺടാക്ട് എടുത്തിട്ട് ഇപ്പോൾ നൈറ്റ് മോഡിൻ്റെ കോഡ് മാറിഞ്ഞു കേട്ടോ. 99 ആണ് നൈറ്റ് മോഡിൻ്റെ കോഡ്. അപ്പോൾ നിങ്ങൾ നൈറ്റ് മോഡ് എടുത്തിട്ട് ഒരു അകലം വലിക്കുക ഗൈസ്. കൊറോണയല്ലേ,
അതുപോലെ ഒരു ചെറിയൊരു കുറച്ച് ദൂരം വിട്ടിട്ട് അകലം വലിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളും തെറിച്ച് പോകുന്നതായിരിക്കും. അവിടെയാണ് കേട്ടോ നമ്മൾ ബോംബ് വെച്ച NPC. നമ്മളതൊന്ന് പൊട്ടിക്കുക ഗൈസ്. ഇതാ കണ്ടില്ല ഗൈസ്, ദിവാലി ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ രണ്ടാമത്തെ ഗ്ലിച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഗ്ലിച്ച് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഇനി മൂന്നാമത്തെ ഗ്ലിച്ചിലേക്ക് പോകുന്നതാണ്. ഇതാണ് ഗൈസ് നമ്മുടെ മൂന്നാമത്തെ ഗ്ലിച്ച് എന്ന് പറയുന്നത്. നമ്മൾ മൂന്നാമത്തെ ഗ്ലിച്ചിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു കുറച്ച് ദൂരം വരെ സ്ഥലം വരെ പോകാണ്ട് ആ ഗ്ലിച്ചിനായിട്ട് നിങ്ങൾക്ക് നമ്മൾ കാറൊക്കെ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. നമുക്ക് നടന്നു പോകാൻ പറ്റില്ല, ഇച്ചിരി ദൂരം കൂടുതലാണ്. നമ്മളിതാ കാറൊക്കെ എടുത്തു, മെല്ലെ പോവാ ഗൈസ്. വേണം ഗൈസ്, സ്പീഡിൽ പോവാം. കറങ്ങി കഴിഞ്ഞിട്ട് ഒരു കട്ടപ്പം കണ്ട് താറപ്പം തകർത്ത് വിടാല്ലേ. നമ്മൾ നേരെ പോവാണ് ഗൈസ്. നമ്മൾ നേരെ പോയി അവിടെ ഇടിച്ചു ഗൈസ്. ഇനി ഇതിനെ കൊണ്ട് ഒന്നിനും വയ്യ. നമുക്ക് ഇടിച്ചിടിച്ച് കളിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇടിച്ചിടിച്ച് കാണാൻ. ഇതാ കണ്ടില്ല ഗൈസ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ. ഇങ്ങനെ ഇടിച്ച് പോകുമ്പോൾ ലാസ്റ്റ് ഒരു വഴിയാവണം ഗൈസ്. ഇതാണ് എല്ലാ ഡോറും പൊളിഞ്ഞ് ഞമങ്ങ് പറഞ്ഞ് പോകണം ഗൈസ്. എല്ലാ ഡോറും പൊട്ടണം. നമ്മൾ ഇതെങ്ങനെ പോകുന്നത് എവിടേക്കാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായെങ്കിൽ ലേശം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും, ലൈക്ക് ചെയ്തതിനും കമൻറ്റ് ചെയ്തതിനൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിതാ ഇങ്ങനെ അതാണ് ഗൈസ്, ഒക്കെ പൊളിഞ്ഞു. ഇങ്ങനെ വരണം. അത് പൊട്ടിയില്ല. ശരി, വിഷയമില്ല ഗൈസ്. നമ്മൾ നേരെ വന്ന് എവിടേക്കാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്, വേറെ ഒന്നല്ല. ചെറിയൊരു ഗ്ലിച്ചാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ഈ ഗ്ലിച്ചിനെ പറ്റി. നമ്മൾ NPC ഇടിക്കാൻ പോയത് ബാങ്ക് കൊണ്ട്, ഇല്ലെങ്കിൽ പോലീസ് വന്ന് നമുക്ക് പിന്നെയും ചെയ്യേണ്ടി വന്നേ. അതൊരു പാടാണ് ഗൈസ്. എന്താ ഗൈസ് ഒന്നും ആയില്ല. നമ്മൾ റിവേഴ്സൊക്കെ എടുത്തിട്ട് സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിൽ നമുക്ക് ഗ്ലിച്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ അടുത്തേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ട്രെയിൻ എടുത്ത് പോയി നിങ്ങൾ സ്റ്റിക്കി ബോംബ് എടുക്കണം. സ്റ്റിക്കി ബോംബ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ട്രെയിൻ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഉള്ളിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ഉള്ളിലെല്ലാം നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഈ ഗ്ലിച്ച് ലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതായത് ഞാൻ പറഞ്ഞു തന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് കമൻറ്റ് ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടേ താങ്ക് യു.